ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ശ്രീജയൻ നമ്മോടൊപ്പം ചെയ്യുന്നു. സാറ്, എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിലവിൽ ആറാം ബ്ലോക്കിൽ 6ാം നിലയിൽ ഇപ്പോൾ രോഗികളുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഇൻസിഡന്റിന്റെ ബാക്കിയായിട്ട് നമ്മൾ ഓരോ സ്ഥലവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിലാണ് 6ാമത്തെ നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ മാത്രമുള്ള സ്ഥലമാണ്. 5ാമത്തെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. അവിടെ ഒന്നും ഒരു രോഗികളും ഇല്ല. നമ്മൾ ഓപ്പറേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 14ാം നമ്പർ ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടുത്തെ ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇലക്ട്രിക്കൽ പോയിന്റ്സും മറ്റു കാര്യങ്ങളും. അപ്പോൾ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു, അവിടെ സ്പാർക്ക് വന്നു, കുറച്ച് പുക വന്നു. അതിൽ കൂടുതൽ നമുക്കിവിടെ കൺഫ്യൂഷൻസ് ഒന്നും തന്നെ ഇല്ല. പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാണ്. ഇപ്പോൾ പുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുന്നില്ല. അതുകൂടാതെ ഇവിടെ ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, ബാക്കി എല്ലാ അധികാരികളുണ്ട്, ഇലക്ട്രിക്കൽ ആൾക്കാരും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. വേറെ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. സാർ, മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്ററിന്റെ പരിശോധനയ്ക്കിടെ ഇത്തരത്തിൽ വയറിന് തീ ഉണ്ടായി എന്നാണോ? അതെ അതെ, അതായത് അവർ സ്വാഭാവികമായി പരിശോധിക്കുന്നതിനിടയിൽ പെട്ടെന്നുണ്ടായ ഒരു പുക, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രം. നിലവിൽ അവിടെ പ്രശ്നങ്ങളില്ല, ആ പുകയെല്ലാം അണച്ചു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ രോഗികൾ കാര്യമായ എണ്ണത്തിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല ആ ബ്ലോക്കിൽ. ഇല്ല ഇല്ല ഇല്ല, പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗം പൂർണ്ണമായിട്ടും നമ്മൾ പഴയ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ക്രൗഡ് ഇല്ല. പേഷ്യൻസ് ആരും തന്നെ താഴത്തെ പ്രോബ്ലം ഒന്നും ഇല്ല. മുകളിലത്തെ നമ്മൾ ഇത് എത്രയും നേരത്തെ തന്നെ ഫംഗ്ഷനിലാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. അത് നമുക്ക് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പം എല്ലാം പൂർണ്ണമായിട്ടും ഇൻസ്പെക്ഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. വ്യക്തമാണ്. അതൊരു കംപ്ലീറ്റിംഗ് ഓഡിറ്റിംഗ് പൂർത്തിയാകാതെ ഇനി അവിടെ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് സേഫ് ആയിരിക്കില്ല എന്ന ഒരു ബോധ്യം നിങ്ങൾക്കുണ്ട്? അതെ അതെ, തുടർച്ചയായി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു അന്വേഷണം കൂടി വേണ്ടി വരില്ലേ? അതിന്റെ ഒരു ക്വാളിറ്റി, അതിനപ്പുറത്തേക്കുള്ള അതിന്റെ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ. ഈ 2026 വരെ ഗ്യാരണ്ടി ഉണ്ടായിരുന്ന UPS ബാറ്ററി ആണെന്ന് മനസ്സിലാക്കുന്നു, കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. അതെ, ആ കാര്യങ്ങൾ നമ്മൾ അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനമാക്കണം. ഇപ്പോഴത്തെ ക്രൈസിസ് ആയതുകൊണ്ട് തൽക്കാലം നടത്തണം. ശരി, വ്യക്തമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയനാണ് നമ്മോടൊപ്പം പ്രതികരിച്ചത്. അവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന തുടരുകയായിരുന്നു. 2 ദിവസം മുമ്പ് UPS റൂമിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട്, പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയ്ക്കിടെയാണ് 6ാം നില, അത് കാഷ്വാലിറ്റിയാണ്, അവിടെ എണ്ണത്തിൽ കാര്യമായ രോഗികൾ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ അവിടെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്നാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പുതിയ ബ്ലോക്കിലെ മുഴുവൻ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെയും ഓഡിറ്റിങ്ങും അതിന്റെ മെയിൻ്റനൻസും കംപ്ലീറ്റ് ആക്കി ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം രോഗികളെ പ്രവേശിപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് കടക്കുന്നതെന്നും നമ്മോട് ഇപ്പോൾ സൂപ്രണ്ട് പ്രതികരിക്കുന്നു.